ഇതുപോലുള്ള ഈ പരിപാടികൾക്കുണ്ടല്ലോ ഒരു കാലത്തും ഈ തലവേദന മാറില്ല. വഴിക്ക് വെള്ളം പോകാൻ വഴിയില്ല, ഒക്കെ ഇവിടെയൊക്കെ വരിക. ഇവിടെ ഈ മണ്ണിട്ട് താങ്ങിയതുകൊണ്ടുണ്ടല്ലോ ആ വർഷമാണ് ഇവിടെ 42 ദിവസം 44 ദിവസം ഒന്നായിട്ട് വെള്ളപ്പൊക്കം, വെള്ളം പോകാതെ നിന്നായി. ഭൂമി തൊടാതെ പാലം മേലിൽ കൂടിയാണ്ട് പോയിട്ട് റോഡ് പോയാൽ ഇവർക്ക് പോവാം. അല്ലാതെ ഈ പ്രകാരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്താണ്ടല്ലോ ഇനി ഇതിനേക്കാൾ വലിയ വലിയ ആപത്തുകൾ പ്രതീക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ദേശീയപാത കടന്നു പോകുന്ന മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്ത് വലിയ ഒരു അപകടം സംഭവിച്ച പശ്ചാത്തലത്തിലാണ് ഈ മേഖലയിലെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിലെ ഒരു പൗരപ്രമുഖനായിട്ടുള്ള ഒരു കുഞ്ഞി മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ഈ മേഖലയിൽ മുൻപുണ്ടായിരുന്ന റോഡ് ഏത് വിധത്തിലായിരുന്നു, പിന്നീട് അതെങ്ങനെയാണ് ആ മേഖലയിലൊക്കെ തന്നെ വികസനമുണ്ടായത്, ഏറ്റവും ഒടുവിൽ ഈ ഒരു ദേശീയപാത ഉൾപ്പെടെ ഈ മേഖലയിലൂടെ നടപ്പിലാക്കിയ സമയത്ത് അതുൾപ്പെടെ കണ്ടു വളർന്ന ഒരു വ്യക്തി കൂടിയാണ്, നാട്ടുകാരൻ കൂടിയായിട്ടുള്ള കുഞ്ഞി മുഹമ്മദ് 80 വയസ്സായി ഇക്കയോട് നമുക്ക് ചോദിക്കാം. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന റോഡ് എങ്ങനത്തെ ഉള്ളതായിരുന്നു പിന്നീട് എന്താ മാറ്റം വന്നത്? ആദ്യം റോഡ് ഉണ്ടായിരുന്നില്ല. ഒരു സുമാർ 1960 60 തന്നെ ഞങ്ങളിവിടെ ചൂണ്ടിട്ട് നിൽക്കുമ്പോൾ ഈ വയലിൽ ആരൊക്കെ എഞ്ചിനീയേഴ്സും മറ്റൊക്കെ വന്നിട്ട് കുറ്റിയടിച്ചു ടാപ്പ് പിടിച്ചിട്ട് അളന്നു ഇതെല്ലാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ചപ്പോൾ ഇതിലൊരു റെയില് വരികയാണ്, റോഡ് വരികയാണ്, പലതും കേട്ടു. അന്ന് ഇവിടെ പാടത്തെല്ലാം നെല്ലാണ്. ആ നെല്ല് കൊഴിഞ്ഞതിന് ശേഷം പിന്നെ അളന്നിട്ട് സുമാർ ഒരു 10-40 മീറ്റർ വീതിയിൽ നീളം ഒന്നായിട്ട് എക്വയർ ചെയ്ത് ടാറി കമ്പെല്ലാം കുഴിച്ച് അങ്ങനെ പിന്നെ വേനൽ വന്നപ്പോൾ പണി ആരംഭിച്ചു. ഇത് പറഞ്ഞ 40 മീറ്ററിൻ്റെ 1960 ഇക്കൊക്കെ തന്നെ തൊട്ടപ്പുറത്തെ വയലിൽ കളിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ആളുകൾ വരുന്നത്. അതിൻ്റെ മുൻപ് കാളവണ്ടിയൊക്കെ പോകുന്ന സാധാരണ ഒരു വഴിയായിരുന്നു. ഈ പുഴയിലേക്കുള്ള ഇതിൽ റോഡേ ഉണ്ടായിരുന്നില്ല, അത് ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ആ നെല്ല് കൊഴുതിയതിന് ശേഷം ഒരു 40 മീറ്ററോളം വീതിയിൽ പിന്നെ ഒന്നായിട്ട് തറച്ചിട്ട് ഒരു ടാപ്പ് കൊണ്ട് അളന്നെടുത്തു. ഇതിൻ്റെ ഈ 40 മീറ്ററോളം വീതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സുമാർ 8 മീറ്റർ വീതിയിൽ ഓരോ തോടുമാതിരി കയറി ആ മണ്ണെടുത്തിട്ട് ഈ വയലിലിങ്ങനെ റോഡുണ്ടാക്കി. 2 തോടുണ്ട്. ആ 2 തോടിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് മൂടി, മണ്ണുകൊണ്ട് മൂടി. അങ്ങനെ പറഞ്ഞ് മൂടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മഴക്കാലം വന്നു, മഴ വന്നു. ഈ ഊരോത്തല വേങ്ങര ആ ഭാഗത്തു നിന്നൊക്കെ പെയ്യണ വെള്ളം കംപ്ലീറ്റ് പുഴയ്ക്ക് പോലെ ഈ വഴിയാണ്. അവിടുന്നൊന്നും വേങ്ങരതൊന്നും ഉണ്ടല്ലോ, പുഴയ്ക്ക് വെള്ളം പോകാൻ വഴിയില്ല, ഒക്കെ ഇവിടെയൊക്കെ വരിക. ഇവിടെ ഈ മണ്ണിട്ട് താങ്ങിയതുകൊണ്ടുണ്ടല്ലോ ആ വർഷമാണ് ഇവിടെ 42 ദിവസം 44 ദിവസം ഒന്നായിട്ട് വെള്ളപ്പൊക്കം, വെള്ളം പോകാതെ നിന്നായി. അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ മാറി താമസിച്ചവർക്കൊക്കെ വലിയ ഗതികേടായി. 1 മാസം 2 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇതിനൊരു പരിഹാരമാണ്, ഈ റോഡ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ജനങ്ങൾ ഇതേ പ്രകാരം പ്രക്ഷോഭം കൂട്ടി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ജില്ലാ കളക്ടറേറ്റ് പോയി. അന്ന് ഇത് മലപ്പുറം ജില്ല അല്ല, കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയാണ്. അതിനുശേഷമാണ് മലപ്പുറം ജില്ല ആയത്. കോഴിക്കോട് ജില്ല ആയ സമയത്ത് എല്ലാവരും കൂടി ജില്ലാ കളക്ടറേറ്റിലേക്ക് കോഴിക്കോട്ടേക്ക് പോയി. അവിടെ പോയിക്കൊണ്ട് പ്രശ്നം പറഞ്ഞു. അങ്ങനെ കളക്ടറും തഹസിൽദാറും അങ്ങനെയുള്ളവരെല്ലാം വന്ന് ശ്രദ്ധ നോക്കി ഇവിടെ ഇതൊക്കെ നോക്കി കണ്ടതിന് ശേഷം ഉണ്ടല്ലോ വേണ്ടപ്പെട്ടവരും വിദഗ്ധരും എല്ലാം കൂടി ഇതിനുള്ള പരിഹാരമായിട്ട് പിന്നെ ഈ 2 പാലത്തിന് വേണ്ടി ഗ്യാപ്പ് ഇട്ടുണ്ടല്ലോ അതതിൻ്റെ ഡബിൾ ഗ്യാപ്പ് ഇട്ടാക്കി. പിന്നെ കുളപ്പുറത്ത് നിന്ന് ഇവിടം വരെ 8 വവ്വാലങ്ങൾ, വലിയ വവ്വാലം, അത് പാർട്ടി ഭൂമിയിൽ നിന്ന് റോഡ് വരെയുള്ള നല്ല ഗ്യാപ്പോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി. അതിനുശേഷമാണ് ഇവിടെ വെള്ളം കെട്ടിയേക്കാതെ പോകാൻ തുടങ്ങിയത്. എന്നാലും നിഷ്പ്രയാസം പോകണില്ല, കുറേശ്ശായിട്ട് പെട്ടെന്ന് പോയി 40-50 ദിവസം നിൽക്കലില്ല. മഴ പെയ്ത് വെള്ളം വന്നാൽ ഒരാഴ്ച കൊണ്ട് പിന്നീട് വന്നത് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് സഹായമായി പിന്നീട് അല്ലേ. പിന്നെ ആ റോഡിൻ്റെ മുകളിലുണ്ടല്ലോ ഈ 2 ഭാഗത്തെ പാറ കുഴിച്ചില്ലേ, ആ മണ്ണിട്ട് ഉയർത്തി പിന്നെ 2 അമർത്തി ഉണ്ടാക്കിയ റോഡ്. ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1964 പട്ടൻ ജവഹർലാൽ നെഹ്റു മരിച്ച ആ ദിവസമാണ് ഇതിമ്മ കൂടി ആദ്യം വാഹനം പോകുന്നുണ്ട്, കറുത്ത കൊടി കുത്തിയേക്കുണ്ട്. പിന്നെ അവിടുന്ന് 2-4 മാസം കഴിഞ്ഞപ്പോഴേക്കും മറ്റ് വണ്ടികളെല്ലാം പോകാൻ തുടങ്ങി. തുടർന്ന് പിന്നെ ഉണ്ടല്ലോ ഡെവലപ്പായി വന്നിട്ട് ഈ കൊല്ലത്തിലായി. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ സാധാരണ മട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് വെള്ളം ഇപ്പോൾ ഇവിടെ ദേശീയപാത നിർമ്മിച്ചപ്പോഴും സമാനമായ രീതിയിൽ
ഈ മണ്ണിട്ട് ഉയർത്തിയാണല്ലോ ദേശീയപാത നിർമ്മിക്കുന്നത്. മുൻപ് ആദ്യമായിട്ട് റോഡ് ഉണ്ടാക്കിയപ്പോഴും ഈ പാടം നികത്തിയിട്ടായിരുന്നു റോഡ് ഉണ്ടാക്കിയിരുന്നത് അല്ലേ? ഇക്കയുടെ ഓർമ്മയിൽ ഇതുപോലത്തെ ഒരു അപകടം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അപകടങ്ങൾ ഈ വിധത്തിൽ മണ്ണിടിഞ്ഞുകൊണ്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട ഇടത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യം ഈ അപകടം ഉണ്ടായിട്ടില്ല. അപകടം വരാൻ സാധ്യത ഉണ്ടായിരുന്നു ആദ്യം മണ്ണിട്ട് ഉയർത്തിയപ്പോൾ. പക്ഷേ അതിന് മുകളിൽ കൂടി വാഹനം പോകാൻ തുടങ്ങിയിട്ടില്ല, ഉയർത്തിയിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ വാഹനം പോകാൻ തുടങ്ങിയാൽ അപകടം സാധ്യത ഉണ്ട്. അതിൻ്റെ പേരിലുണ്ടല്ലോ കളക്ടർ ഉൾപ്പെടെ എല്ലാവരും വന്ന് നോക്കിയിട്ട് അതിനുള്ള പരിഹാരമായിട്ടാണ് ആ പാലം ഡബിൾ വലുപ്പത്തിൽ 2 പാലവും ഈ 8 ഓവുകലങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ അതങ്ങനെ ലെവലായിട്ട് ഇങ്ങനെ പോന്നിട്ട് ഇതുവരെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഇവർ വന്നതിന് ശേഷം ഉണ്ടല്ലോ ആദ്യത്തെ ഓവുകലും പാലും കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് ഈ പ്രകാരത്തിൽ ഇത് കെട്ടി ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിലാണ് ആദ്യത്തെ മഴ പെയ്തത്. പെയ്ത് ഇപ്പോൾ ഒരാഴ്ചയായി. ആദ്യം മഴ പെയ്തതോടെ ഇത് ഈ കോലത്തിലായി. ആദ്യം മഴ പെയ്തപ്പോൾ തന്നെ നമുക്ക് സൂചന കിട്ടീനു ഇത് മണ്ണിടിയും വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നുള്ളത് അല്ലേ? മഴ വരുന്നുള്ളൂ. സാധാരണ സ്വാഭാവികമായിട്ട് ഈ പ്രദേശത്ത് മഴ ഈ മാസം ഈ കളിയാട്ടം എന്ന് പറഞ്ഞാൽ അതിനോടൊക്കെ അനുബന്ധിച്ച് ആദ്യം ഇടവമാസം പകുതിയിലാണ് മഴ വരല്. വന്നു കഴിഞ്ഞാൽ പിന്നെ 2-3 മാസമൊക്കെ നല്ല മഴയായിരിക്കും. പിന്നെ ഒറ്റ മഴകളെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഇവിടെ എല്ലാം കൂടി ഉണ്ടല്ലോ ഇത് ഒരു സമുദ്രമാരമായി ഈ കുറ്റൂർ, വേങ്ങര, ചെറൂര് ആ മലയിൽ അവിടെ എല്ലാം പെയ്യുന്ന വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ വെള്ളം ഈ കടലുണ്ടി പുഴയിലേക്ക് ചേരുന്ന സ്ഥലമാണത്. ആ തോട് ഉൾപ്പെടെ അടച്ചിട്ടല്ല ഇപ്പം ഈ അപകടം സംഭവിച്ച റോഡ് ഉണ്ടാക്കിയത്. അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ ആ തോടും കനാലൊക്കെ അടച്ചുകൊണ്ട് ഇപ്പോൾ വെള്ളം പോകാൻ വേറെ വഴിയില്ല, ഒരു നിവർത്തിയില്ല. പിന്നെ അന്നേ ജനങ്ങൾ പറയുന്നുണ്ട് ആ ഓവലൊക്കെ പൊളിച്ച് ഇവർ ചെറിയ പാലാക്കിയപ്പോണ്ടല്ലോ ശരിക്കും പറയണമെന്നുണ്ടെങ്കിലല്ലോ ശാശ്വതമായ ഒരു മാർഗം കിട്ടണമെന്നുണ്ടെങ്കിലല്ലോ വളാഞ്ചേരിയിലും പിന്നെ വട്ടപ്പാറയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എഡ്രിക്കോടൊക്കെ. ഏകദേശം ആ കോലത്തിലെങ്കിലും ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ പറയത്തക്ക ഒരു അനർത്ഥം ഉണ്ടാക്കിയാൽ അങ്ങനെ തുടരാൻ പറ്റും. അല്ലാതെ ഉണ്ടല്ലോ ഇതുപോലുള്ള ഈ പരിപാടികൾക്കുണ്ടല്ലോ ഒരു കാലത്തും ഈ തലവേദന മാറില്ല. കാരണം ഈ പ്രദേശത്തെ പറ്റി പരിചയമില്ലവർക്ക്. കാരണം ഇവിടുന്ന് കണ്ട് പോയാൽ ഈ 10-12 കിലോമീറ്റർ സമുദ്രം ആ മലയില്ല നോക്കിയേക്കാളിന് ആ മലയിൽ ആ ഭാഗത്തൊക്കെ പെയ്യുന്ന വെള്ളം ഒരു തുള്ളി വേറെ ഏത് ഭാഗത്തേക്കും പോവില്ല. എല്ലാം വേങ്ങരപ്പാടത്തേക്കും കുറ്റുപാടത്തേക്കും വരുന്നുണ്ട്. ഈ 2 പാടം കൂടി ചേർന്നിട്ട് ഈ കൂരിയാട്ട് കൂടിയാണ് പൊഴിക്ക് പോകുന്നുണ്ട്. ആ മാർഗ്ഗമാണ് ഇങ്ങനെ വലിയ തടസ്സപ്പെടുത്തുന്നുണ്ട്. അത് ഈ പ്രകാരം വല്ല പാലോ മറ്റോ കെട്ടിയിട്ടല്ലാതെ ഉണ്ടല്ലോ വേറൊരു പരിഹാരം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാനെന്നും അല്ല ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് അതാണ്, ആദ്യമേ പറയുന്നത് അതാണ്. അതൊന്നും ഇവർ ചെയ്തുകൊണ്ടില്ല. ഇവർ ഈ MP-യിലും AP-യിലും ഒക്കെ വടക്കേ ഇന്ത്യക്കാർ വന്നിട്ടുണ്ടല്ലോ. അവർ പാലം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പരിഹാരം അല്ലേ? വേറെ അല്ലെങ്കിൽ ആ മണ്ണിട്ട് ഉയർത്തിയ പാകത്തിന് പില്ലറുകൾ വരണം. മണ്ണിട്ട് ഉയർത്തി അതെ പില്ലർ. പിന്നെ ഇത് ഈ പാടത്ത് ഇവിടുത്തെ ഈ പാടത്തിൻ്റെ സ്വഭാവം, വെള്ളത്തിൻ്റെ സ്വഭാവം, മഴൻ്റെ സ്വഭാവം ഈ വടക്കേ ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടില്ല. അവരവിടെ പറഞ്ഞപ്പോണ്ടല്ലോ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് മഴ കണ്ടവരാണെന്ന്. എവിടെ മധ്യപ്രദേശിലും ആന്ധ്രാപ്രദേശിലൊക്കെ ഞാൻ പോയി എനിക്ക് വരികയുണ്ട്. അവിടേക്ക് വർഷത്തിൽ ഒരിക്കൽ 2-4 മഴ വിരുന്ന് വരികയാണ്. അതുകൊണ്ടാണ്ട് പോവുകയും ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, 5 മാസം തുടർച്ചയായിട്ട് കാറ്റും മഴയും തുടർച്ച കാലാവസ്ഥ. മലപ്പുറത്താറ് വാശി പറഞ്ഞ ഒരു അലാക്കിൻ്റെ ഔലുങ്കഞ്ഞായി മാറി അല്ലേ? ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ഭൂമി തൊടാതെ പാലം മേലിൽ കൂടിയാണ്ട് പോയിട്ട് റോഡ് പോയാൽ ഇവർക്ക് പോവാം. അല്ലാതെ ഈ പ്രകാരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്താണ്ടല്ലോ ഇനി ഇതിനേക്കാൾ വലിയ ആപത്തുകൾ അപകടം കൂടും. അപ്പം അങ്ങനെയാണ് പ്രതീക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം ഈ പ്രക്ഷോഭം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം വിലയേറിയ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചത്. പ്രദേശവാസിയാണ്, വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ആദ്യഘട്ടത്തിൽ ഇവിടെ വന്നൊരു പാതയെക്കുറിച്ച്, അതെങ്ങനെയാണ് നിർമ്മിച്ചെടുത്തത്, ഈ മേഖലയിലുണ്ടായിരുന്ന കനാലുകളെക്കുറിച്ച്, ആ കനാലുകളുടെ വെള്ളം ഒഴുകിയിരുന്ന അതിന് സംവിധാനം ഉണ്ടാക്കി കൊടുത്ത അധികൃതരെക്കുറിച്ച്, പിന്നീട് ദേശീയപാത അതൊന്നും തന്നെ പരിഗണിക്കാതെ ഉണ്ടാക്കിയെടുത്തൊരു ദേശീയപാത മൂലമുണ്ടായ പ്രശ്നത്തെക്കുറിച്ച്, അതിനെന്ത് പരിഹാരം വേണമെന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ കുഞ്ഞി മുഹമ്മദ് നമ്മളോട് സംസാരിച്ചു. കുരിയാട് സ്വദേശി കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇനി അധികൃതർ പരിഗണന അത് ചെയ്യുമോ പരിഗണിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ കുരിയാട്.